ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നിങ്ങൾ പരിചയപ്പെടുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. ഡൈനക്സിൻ്റെ ഒരു ഏറ്റവും പുതിയതായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ. നമുക്ക് നല്ല പാട്ട് കേൾക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ നമുക്ക് ടി വിയിലൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു ആംപ്ലിഫയർ. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതേപോലെ തന്നെ ഒരു ഹെവി ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ആമ്പിലേക്ക് നോക്കുവാണെങ്കിൽ ഇത് നമ്മൾ പുതിയ USB മൊഡ്യൂൾ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നോർമൽ ആംപ്ലിഫയറിനേക്കാളും നമ്മൾ കുറച്ചും കൂടി ഒരു സൈസൊക്കെ കുറച്ച് ഒതുക്കി നല്ല രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. 100+100 അതായത് ഒരു 200 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ എയർസ് കൊടുക്കാം, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ കൊടുക്കാം, USB കൊടുക്കാം, ബ്ലൂടൂത്ത് കൊടുക്കാം. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന USB മൊഡ്യൂൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിരിക്കുന്ന പുതിയൊരു USB മൊഡ്യൂളാണ്. നമുക്ക് പലരും പ്രീആംബായിട്ട് ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇതേപോലെ ഒരു സ്റ്റീരിയോ ആംബ് വേണമെന്നും ചോദിക്കുന്നുണ്ട്. കാരണം നല്ല ഒരു ക്വാളിറ്റി ഔട്ട്പുട്ടാണ് ആ USB മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്നതിന്. തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യാൻ തന്നെ കാരണം. ഇനി ഇതിന്റെ ഒരു ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ ഡൈനക്സിന്റെ തന്നെ ഒരു 3-വേ ടോൺ ബോർഡാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബാസ്, മിഡ്, ട്രിബിള്, വോളിയം അങ്ങനെ ഒരു 3-വേ എന്ന രീതിക്ക് ഒരു ടോൺ കൺട്രോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള USB മൊഡ്യൂളും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നല്ലൊരു മാച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഇങ്ങനെ ചെയ്യാൻ തന്നെ കാരണം. പിന്നെ ഈ 2 കൺട്രോളുകൾ USB മൊഡ്യൂളിന്റെ എൻകോഡറിനും കാര്യത്തിനും വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു USB പോർട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. ഇതിന്റെ പാനൽ ഡിസൈനിങ് ആണെങ്കിലും നോർമൽ ചെയ്യുന്നേക്കാളും കുറച്ചൊരു ഡിഫറെന്റ് ക്വാളിറ്റി തന്നെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. ഇവയെന്നൊക്കെയുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് വേണമെങ്കിൽ കൊടുക്കാം. എയർസ് ഇൻപുട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റീരിയോ ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു സ്റ്റീരിയോ ഔട്ടും കൂടെ വരുന്നുണ്ട്. അതായത് ഒരു ആക്റ്റീവ് സബൊക്കെ നമുക്ക് ഒരു ഫ്യൂച്ചറിൽ കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പവർ സോക്കറ്റ് ഇവിടെയായിട്ട് നമുക്ക് ഒപ്റ്റിക്കലും ഓക്സും സെലക്ഷൻ കൊടുക്കാൻ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഒരു ഇൻപുട്ട് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡിനെ പറ്റി പറയാം. ഡൈനക്സിന്റെ തന്നെ ഒരു ട്രാൻസിസ്റ്റർ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടോൺ ബോർഡിനായിട്ട് നമ്മൾ ഡൈനക്സിനെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ റെക്ടിഫയർ, സ്പീക്കർ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണെങ്കിലും നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കൊടുക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് കയറാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.